ഇന്ന് നിങ്ങളെ ഒരു പുതിയ സംരംഭം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, മാച്ച ബ്ലെൻഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ഒരു സ്റ്റാർട്ടപ്പാണ്. അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ, മാർക്കറ്റിലൊക്കെ ഇറങ്ങി വരുന്നു. അപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി നോക്കാനായിട്ട് എനിക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ. ഇത് അവരുടെ പാക്കിങ്ങും എല്ലാം നല്ല രസമുണ്ട്. അച്ചാറുകൾ 2-3 വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഡേറ്റ്സാണ് എനിക്ക് കൊണ്ട് തന്നെ. ഇത് ചിക്കൻ മസാലയാണ്, ആ തട്ടുകട സ്റ്റൈൽ ചിക്കൻ മസാല. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് വേണം നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അവർ പറയുന്നത് എന്താണെന്നറിയോ, ഇതിനകത്ത് വിനാഗിരി മാത്രം ചേർത്ത് ഈ പൊടിയും ചിക്കൻ്റെ കൂടെ ചേർത്താൽ, വിനാഗിരിയോ അല്ലെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങ നീരോ ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ച് 1 മണിക്കൂർ വെച്ചിട്ട് വറുത്തെടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എന്നാണ് പറഞ്ഞത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് അഭിപ്രായം നോക്കാം. ഈ കൊണ്ടു തന്ന ഡേറ്റ്സ് അച്ചാറില്ലേ, അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. അച്ചാർ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. ഇതിൽ തന്നെ ചിക്കൻ ഫ്രൈ മസാല കൂടാതെ ഫിഷ് ഫ്രൈ മസാലയും ഗരം മസാലയും കൊണ്ടു തന്നിട്ടുണ്ട്. അതും നമുക്കൊന്ന് നോക്കണം, കാണിച്ചു തരാം. നല്ല പാക്കിങ്ങാണ് കേട്ടോ. ഇതൊരു പൗച്ചാണ്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിപ്ലോക്ക് പൗച്ചാണ്, നമുക്ക് ടിന്നിലൊന്നും ഇട്ട് വയ്ക്കണ്ട. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അടച്ച് വെച്ചാൽ സെറ്റാവും, കാറ്റ് കയറത്തില്ല. അപ്പോൾ അത് പാക്കിങ്ങും സംഭവം എല്ലാം അടിപൊളിയാണ്. ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. വാ, 3 ലെഗ് പീസാണ് കേട്ടോ. നോക്കിയേ, അതിനകത്തേക്ക് ചെറുനാരങ്ങ നീര് എടുത്തത്, വിനാഗിരിയല്ല. വിനാഗിരി ഉള്ളവർ വിനാഗിരി എടുക്കുക, ചെറുനാരങ്ങ ഉള്ളവർ. അപ്പോൾ രണ്ടും ഒരേപോലെ ഇഷ്ടം പോലെ എടുത്തു. 3 ലെഗ് പീസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അരമുറി നാരങ്ങയുടെ നീരെടുത്തേക്കുന്നത്. ഇതിനകത്ത് ഉപ്പ് പോലും വേണ്ടെന്ന് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് മസാല പുരട്ടി നോക്കിയിട്ട് ഉപ്പിടാം. ഇത് 2 കിലോ ചിക്കനുള്ള മസാലയാണ്. പക്ഷേ നമുക്ക് ഈ 3 പീസേ ഉള്ളത് കൊണ്ട് അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു 1.5 സ്പൂൺ ഇടാം. കണ്ട, ഇനി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാവേ. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ എല്ലാ സാധനങ്ങളും ഇതിനകത്തായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല, ഇനിയിപ്പം ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഒരു നുള്ളുപ്പ് വേണം കേട്ടോ. ഞാൻ അത്ര നാരങ്ങ നീര് ചേർത്തുകൊണ്ടായിരിക്കാം, ഉപ്പിച്ചിരി വേണം. നമ്മുടെ ചിക്കനൊക്കെ 1 മണിക്കൂറായിട്ട് ഇങ്ങനെ റെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണ്ടേ. എണ്ണ ഇവിടെ നല്ല പോലെ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കുക. 2 പീസ് ഇടാം കേട്ടോ. തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഫ്രൈ ആവട്ടെ. ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയതും ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റുള്ള മസാല തന്നെയാണ്. ഞാൻ അതിനകത്ത് ചേർത്തതെന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്, എന്നാലും എനിക്ക് എൻ്റെ പാകത്തിന് ഒരു ഇച്ചിരി ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. നല്ല ഒരു നാടൻ സ്റ്റൈലിലുള്ള നാടൻ ടേസ്റ്റുള്ള ഒരു മസാല തന്നെയാണ്. ഇവരിതിനകത്ത് വേറെ അങ്ങനെ കൃത്രിമമൊന്നും കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല മസാലയാണ്. അപ്പം ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്കും പരീക്ഷിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അവരുടെ മസാല എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ മസാല തന്നെയല്ല, ഫിഷ് ഫ്രൈ മസാലയുണ്ട്, ഗരം മസാല, അങ്ങനെ ഓരോരോ പ്രോഡക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് രണ്ടും ഞാൻ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. പക്ഷേ ചിക്കൻ ഫ്രൈ മസാല സൂപ്പറായിട്ടുണ്ട്, നല്ല ജ്യൂസിയാണ്, നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റിയാണ്, നല്ല രസമുണ്ട്. അപ്പം എവിടെയാണെങ്കിലും ഇവരിത് അയച്ചു തരുമായിരിക്കും.
എന്തായാലും ഒരു സംരംഭകൻ്റെ തുടക്കക്കാരൻ്റെ തുടക്കമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു എന്താ പറയുക, നല്ലതാണ്. ആ തട്ടുകട സ്റ്റൈൽ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഫിഷ് ഫ്രൈ അല്ല ചിക്കൻ ഫ്രൈ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.